വലുത് ഏത്? 5√5, 7√2, 3√5, 2√13. ഇതിലത്തെ വലുത് കാണണം. ഇതിലത്തെ വലുത് കാണണമെങ്കിൽ നമുക്കിവിടെ റൂട്ട് ചിഹ്നത്തിൻ്റെ പുറത്തൊരു സംഖ്യയുണ്ട്, റൂട്ട് ചിഹ്നത്തിന് അകത്തൊരു സംഖ്യയുണ്ട്. പുറത്തും അകത്തും സംഖ്യയുണ്ട്. ഈ പുറത്തുള്ള സംഖ്യയെ കൂടി ഉള്ളിലേക്ക് എത്തിച്ചാൽ മതി. പുറത്തുള്ള സംഖ്യയെ കൂടി ഉള്ളിലേക്ക് എത്തിക്കുക. എല്ലാത്തിലും റൂട്ട് ചിഹ്നത്തിൻ്റെ പുറത്തൊരു സംഖ്യയുണ്ട്, അതായത് ഗുണിക്കണം. 7 × 5 × 3 × 2 ആ റൂട്ട് ചിഹ്നത്തിന് പുറത്തിട്ട് ഗുണിച്ച സംഖ്യയെ നമുക്ക് അകത്തേക്കാക്കണം. അപ്പോൾ ഇതിനെ അകത്തേക്കാക്കണമെങ്കിൽ ആദ്യം റൂട്ട് ചിഹ്നം ഇടുക. നമുക്ക് റൂട്ട് ചിഹ്നം ഇട്ടിട്ട് ഈ പുറത്തുള്ള സംഖ്യയെ ഉള്ളിലിടണം. പുറത്തുള്ള സംഖ്യ ഉള്ളിലിടുമ്പോൾ നമുക്ക് ആ പുറത്തുള്ള സംഖ്യയ്ക്ക് സ്ക്വയർ കൊടുക്കണം. പുറത്തുള്ള സംഖ്യയെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന സംഖ്യയ്ക്ക് സ്ക്വയർ. അപ്പോൾ 5 എന്നിട്ടിട്ട് അതിന് സ്ക്വയർ ഇടണം. എന്നിട്ട് ഇൻറ്റു ഈ 5 അതിൻ്റെ കൂട്ടത്തിലിടുക. അതുപോലെ റൂട്ട് ഓഫ് എന്നിട്ട് പുറത്തുള്ള സംഖ്യ 7 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് സ്ക്വയർ ഇടണം. ഇൻറ്റു ഈ 2 കൂടെ ഇടുക. റൂട്ട് ഓഫ് ഇവിടെ ഉള്ളിലേക്ക് എടുക്കുന്ന സംഖ്യ പുറത്തുനിന്ന് ഉള്ളിലേക്ക് 3 അതിന് സ്ക്വയർ ഇടുക. ഇൻറ്റു ഉള്ളിലുള്ളത് 5 കൂടെ എഴുതുക. അതുപോലെ റൂട്ട് ഓഫ് എന്താ വരിക? 2 സ്ക്വയർ ഇൻറ്റു 13. റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 5 25. 5ൻ്റെ സ്ക്വയർ 5 25 ഇൻറ്റു 5 125. റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ 7 49. 7ൻ്റെ സ്ക്വയർ 7 49 ഇൻറ്റു 2 98. റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ 39. 3ൻ്റെ സ്ക്വയർ 39 ഇൻറ്റു 5 45. റൂട്ട് ഓഫ് 2 സ്ക്വയർ 2 4. 2 സ്ക്വയർ 2 4 ഇൻറ്റു 13. റൂട്ട് ഓഫ് 52. ഇപ്പോൾ എന്തായി? പുറത്തുള്ള സംഖ്യകളെല്ലാം പോയി. പുറത്തുള്ള സംഖ്യകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. ഇപ്പോൾ റൂട്ട് ചിഹ്നത്തിനകത്ത് മാത്രം സംഖ്യകളായി. ഇതിൽ ഏതാ വലുത് നോക്കിയാൽ മതി. ഇതിലേതാ വലുത്? ഏറ്റവും വലുത് റൂട്ട് 125 ആണ്. 125 ഇതിൽ ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ വലുത് റൂട്ട് ഓഫ് 125. പക്ഷേ ഇത് നമ്മുടെ ചോദ്യത്തിലില്ല, ഓപ്ഷനിലില്ല. ഇത് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത്? റൂട്ട് ഓഫ് 125 5√5 ചെയ്തിട്ടാണ്. അപ്പോൾ ഈ തന്നതിൽ ഏറ്റവും വലുത് 5√5.